കേരളം മികച്ച പ്രകടനം നടത്തിയ രഞ്ജി ട്രോഫി സീസണിന് ശേഷം കാസർഗോഡിൻ്റെ അഭിമാനമായ മുഹമ്മദ് അസറുദ്ദീൻ, കേരള ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ മുഹമ്മദ് അസറുദ്ദീൻ നാട്ടിലെത്തിയ ആവേശകരമായ ഒരു സ്വീകരണമാണ് നാട്ടിൽ ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു സീസൺ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലെത്തുന്നത്. വലിയൊരു സ്വീകരണമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. സ്വീകരണം ഇതൊന്നുമല്ല കേട്ടോ, നമ്മളെ നാട്ടുകാർ കുറച്ച് കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഞാനിത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടാണ് ഇത്രയും ലിമിറ്റഡ് ആയിട്ട് വെച്ചത്. ഒരുപാട് സന്തോഷമുള്ളൊരു സീസണായിരുന്നു. കപ്പ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ലേണിങ്സ് ഉണ്ടായ ഒരു സീസണും കൂടിയായിരുന്നു. കപ്പ് നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഫൈനലിലെത്തി. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സീസണായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെ. ആദ്യം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അതിൻ്റെ ഭാരവാഹികൾ നമ്മൾ ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവരുടെ എഫേർട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്, നമ്മൾ എത്രയോ വൺ ഡേയ്സ് എന്ന് പറയുന്ന ഫോർമാറ്റ്, 50 ഓവറിൻ്റെ ഒരു ഫോർമാറ്റ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് 200 അടിക്കുന്നത്. അതിനുശേഷം ഒരുപാട് പേര് 200 അടിച്ചു. ശുഭം ഗില്ല് പോലുള്ള, ഇല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈഷൻ കിഷൻ പോലുള്ള ആൾക്കാർ വരെ വൺ ഡേയ്സിൽ 200 അടിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യാനുള്ള ഒരു പ്രയാസം മാത്രമാണ് ഏതൊരു കാര്യത്തിനുള്ളത്. അപ്പം ഫൈനലിലെത്തുക എന്നുള്ളത് അതൊരു വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പം ആദ്യം നമ്മളത് ചെയ്ത് ഇനി തീർച്ചയായും വരും കാലങ്ങളിൽ തീർച്ചയായും കപ്പ് കേരളത്തിലോട്ട് വരിക തന്നെ ചെയ്യും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മുഹമ്മദ് അസറുദ്ദീനെ സംബന്ധിച്ച് വിക്കറ്റിന് പിന്നിലും മുന്നിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഈ സീസണിലെ ഏറ്റവും മികച്ചൊരു മൊമെൻറ്റ് ഓർത്തിരിക്കുന്ന ഒരു ഘട്ടം ഏതാണ്? തീർച്ചയായും സെമി ഫൈനലിലെ സ്റ്റംപിംഗ് ആയിരുന്നു. അത് എനിക്ക് എനിക്ക് കീപ്പിങ്ങിൽ എനിക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ ബാറ്റിങ്ങിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു, അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് ആ സ്റ്റംപിങ് ചെയ്യാൻ പറ്റി. അത് ചെറിയ മാർജിനിലായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എന്നത്തേക്കും ചെറിഷ് ചെയ്യാൻ പറ്റിയൊരു മൊമെൻ്റാണത്. സെഞ്ചുറി, മികച്ച ഒരു സെഞ്ചുറി ആയിരുന്നു. എല്ലാവരും കൂടി ആവേശത്തോടു കൂടി കണ്ടതാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ തളങ്കരയിൽ തന്നെ വന്നതാണ്. എല്ലാവരും മൊബൈൽ ഫോണിൽ മുഴുവൻ സമയവും കളി കാണുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ സെഞ്ചുറിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 200-നുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സെഞ്ചുറിയുടെ ഇമ്പോർട്ടൻസ് വന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ 2 റൺ ലീഡ് കിട്ടിയപ്പോഴാണ്. ഒരുപക്ഷെ ആ ലീഡ് അവരടിച്ച് ഗുജറാത്ത് ക്വാളിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ സെഞ്ചുറിക്ക് ഇത്രയും വാല്യൂ ഉണ്ടാവില്ലായിരുന്നു. അപ്പം 200 അടിച്ച് ഗുജറാത്ത് ലീഡ് അടിക്കുന്നതിലും സാറ്റിസ്ഫാക്ഷനാണ് 197 നോട്ട് ഔട്ടും 2 റൺസിൻ്റെ ലീഡ് എന്ന് പറയുന്നത്. അപ്പം അടിക്കാൻ പറ്റിയതൊരു ദൈവനിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് അത് കറക്റ്റ് വന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഒരു ശ്രീശാന്ത്, പിന്നെ ഒരു സഞ്ജു സാംസൺ, അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു സീസണിലെ ഒരു പ്രകടനവും വരും ഭാവിയിലെ കേരളത്തിലെ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടുന്ന രീതിയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ പെർഫോമൻസിന് കേരളത്തിന് വലിയ പഞ്ഞമില്ല. എല്ലാവരും ഓരോരോ വർഷങ്ങളായി ഓരോരോ സീസണിൽ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആസ് എ ടീം നോക്കുന്ന സമയത്ത് നമുക്ക് കപ്പ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടമാണ് പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും കപ്പിൻ്റെ എണ്ണം കൂടുമ്പം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എണ്ണവും കേരളത്തിൽ കൂടും എന്നുള്ളതാണ്. ക്രിക്കറ്റ് കളിക്കുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. വേറൊരു രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് രാവിലെ എണീച്ച് വർക്കൗട്ടിന് പോകാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പം കേരളത്തിലെ കപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ, കേരളത്തിലോട്ട് വരുന്ന കപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എണ്ണവും കൂടും എന്നുള്ളതാണ്. തളങ്കര എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് ജില്ലാ ലീഗ് ഉൾപ്പെടെ കളിച്ച് ഏറ്റവും ഇവിടെയുള്ള സാധാരണ ഗ്രൗണ്ടിലടക്കം കളിച്ച് വളർന്നു വന്ന ഒരാളാണ് മുഹമ്മദ് അസറുദ്ദീൻ. അപ്പോൾ അതുപോലെ ഒരുപാട് മുഹമ്മദ് അസറുദ്ദീന്മാർ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാവും, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്തരം ആളുകളോട് എന്താണ് പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ TCCയിൽ കളിക്കുന്ന 1-2 പേരുണ്ട്. Under-19 സ്റ്റേറ്റ് കളിച്ച ആൾക്കാരുണ്ട്, 23 സ്റ്റേറ്റ് കളിച്ച കൈഫ്, ഫറാന പോലുള്ള ഒരാൾക്കാരുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, എത്ര കൺസിസ്റ്റൻ്റ് ആണോ നിങ്ങളുടെ അധ്വാനം, അത്രയും കൺസിസ്റ്റൻ്റ് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത്. നമ്മൾ ഇൻ ആൻഡ് ഔട്ടാണ് നമ്മുടെ എഫേർട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീമിലെ ഇടവും കൂടെ ഇൻ ആൻഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അധ്വാനിക്കുക. അത് 1-2 ദിവസമല്ല, 1-2 മാസമല്ല, വർഷങ്ങളോളം ആ അധ്വാനം കണ്ടിന്യൂ ചെയ്യുക. ജെന്യുവിൻ ആയിട്ടാണ് അധ്വാനിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് കപ്പ് വരേണ്ട താമസമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഏതായാലും വ്യക്തിപരമായ പ്രകടനത്തിനപ്പുറം കേരള ക്രിക്കറ്റ് ടീമിന് നേടാൻ കഴിഞ്ഞ ആ വലിയ നേട്ടത്തിലാണ് മുഹമ്മദ് അസറുദ്ദീൻ അഭിമാനിക്കുന്നത്. വരാനിരിക്കുന്നത് കേരള ക്രിക്കറ്റിൻ്റെ കൂടി കാലമാണ് എന്നാണ് അസറുദ്ദീൻ പറഞ്ഞു വെക്കുന്നത്. തളങ്കരയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.